ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്ന് നല്ല പ്രകൃതിദത്തമായിട്ട് സ്ട്രൈറ്റനിങ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനത് നല്ലതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ അതുപോലെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. അതായത് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസുകളാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക. അതെന്താണെന്ന് പറയാം. കറ്റാർ വാഴ ഒരു 2 ടേബിൾ സ്പൂൺ കറ്റാർ വാഴ എടുക്കുക. കറ്റാർ വാഴയുടെ ജെല്ല് എല്ലാ വീട്ടിലും മിക്ക വീടുകളിലും ഇപ്പോൾ കറ്റാർ വാഴ ഉള്ളതാണ്. അപ്പോൾ കറ്റാർ വാഴയുടെ ജെല്ല് 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളതാണ്. ഫ്ലാക്സ് സീഡ് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഹണി ഒരു ടീസ്പൂൺ എടുക്കുക. ഹണി 1 ടീസ്പൂണാണ് എടുക്കേണ്ടത്. ഇനി വേറെന്തെന്ന് വെച്ചാൽ നാരങ്ങയുടെ നീര് ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വീതം 3 ഇൻഗ്രീഡിയൻസ് എടുക്കുക. ഹണി മാത്രം 1 ടീസ്പൂണിന് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 കപ്പ് വെള്ളം എടുത്ത ശേഷം അത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് അതിലേക്ക് ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് അതായത് ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ ചെറുചന വിത്തിനെയാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ചെറു ചനവിത്തെന്ന് പറയും. നമ്മുടെ മലയാളത്തിൽ പല പേരും പറയും, ഇംഗ്ലീഷിൽ അതിനെ പറയുന്ന ഫ്ലാക്സ് സീഡ് എന്ന് പറയാറുണ്ട്. പിന്നെ ഈ ഫ്ലാക്സ് സീഡ് ഇട്ട് വീണ്ടും തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഈ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുറുക്കി എടുത്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് കറ്റാർ വാഴ നീരും തേനും പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട്. എന്താണത്? കറ്റാർ വാഴ നീര്, തേന്, പിന്നെന്താണ് നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതായത് നമ്മുടെ ഒരു ക്രീമി ടെക്സ്ചറിൽ അതിനെ കുറുക്കിയെടുത്തതിന് ശേഷം ആ ക്രീമിനെ കുളിക്കുന്നതിനും ഒരു അരമണിക്കൂർ മുന്നേ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം കുളിക്കുക. ഈ അരമണിക്കൂറിന് ശേഷം കുളിക്കാൻ പറയുന്നത് ഇത് തലമുടിയിൽ പിടിക്കാൻ വേണ്ടി 1/2 മുതൽ 3/4 മണിക്കൂർ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അത്രയും വേണ്ട, നമുക്ക് അരമണിക്കൂർ മതി. ഈ അരമണിക്കൂർ തലയിൽ വെയിറ്റ് ചെയ്ത ശേഷം അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം വാഷ് ചെയ്ത് കളയാൻ വേണ്ടി. ഇങ്ങനെ ഒരു ചൂടുവെള്ളത്തിലാണ് കഴുകേണ്ടത്. അത് കഴുകിയ ശേഷം ആഴ്ചയിൽ ഇങ്ങനെ ആഴ്ചയിൽ 3 പ്രാവശ്യം, ആഴ്ചയിലല്ല ഒരു മാസത്തിൽ 3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചുരുണ്ട മുടി നല്ല നിവർന്ന് വളർച്ചയും ഉണ്ടാവും, സ്ട്രെയിറ്റ് ചെയ്തതുപോലെ കിടക്കുകയും ചെയ്യും. അല്ല കെമിക്കലായിട്ടുള്ള സ്ട്രെയിറ്റനിങ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കുക. എൻ്റെ ചാനൽ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു വീട്ടിലുണ്ടാക്കാവുന്ന കണ്ടീഷണറും കൂടി പറഞ്ഞു തരാം. കാരണം നിങ്ങൾക്ക് ഈ സ്ട്രെയിറ്റനിങ് ക്രീം ഉണ്ടാക്കുന്നവർക്ക് ഒരു കണ്ടീഷണർ കൂടി ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അതായത് സ്കാൽഫിൽ ഡ്രൈ ആയിട്ട് താരൻ വരാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് വീട്ടിലുള്ള കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കുമ്പോഴെന്ത് മുടി കൊഴിച്ചിലെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഒരു മുട്ട, ഒലിവ് ഓയിൽ, കറ്റാർ വാഴ ഇത് 3ഉം ചേർത്ത് മുടിയിലും തലയോട്ടിയിലും അപ്ലൈ ചെയ്യുക. ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക. നല്ലൊരു കണ്ടീഷണറാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിവസം ആഴ്ചയിൽ ഈ ഒരു കണ്ടീഷണറും കൂടെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഡെയിലി ഇട്ടാൽ പോലും ഒരു കുഴപ്പമില്ലാത്ത പ്രകൃതിദത്തമായതാണ്. അപ്പോഴും നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പം ഞാൻ പുതിയ ടിപ്സുമായിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ.